Namida. Welcome to our podcast. It's all about sisters. അപ്പൊ നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ എന്താ നമ്മ പറയാൻ പോകുന്നത്? അതിനുമ്പ് വേറൊരു കാര്യം, എന്താ? നമ്മളിപ്പോ സ്പോട്ടിഫൈയിൽ ഞങ്ങൾ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ പോയി അത് പ്ലേ ചെയ്യണം. ഇറ്റ്സ് ഓൾ അബൌട്ട് സിസ്റ്റേഴ്സ് എന്നാണ് പോഡ്കാസ്റ്റിന്റെ പേര്. അതുപോലെ നിങ്ങൾ കാണണം. പിന്നെ നമ്മ റെഗുലറായിട്ട് ഇടുമെന്ന് പറഞ്ഞിട്ടും ഇടാത്തത് എന്താന്ന് നിങ്ങൾ വിചാരിക്കും. കാരണം ചേച്ചിക്ക് എക്സാംസ് ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ഡിലേ ആവും. എന്നാലും നമ്മൾ ഇടും. വീക്കില് ട്വൈസ് അല്ലെങ്കിൽ മന്ത്സ് നമ്മൾ ഇടും. അതിന് നിങ്ങൾ പറയേണ്ട കാര്യമില്ല. അപ്പൊ എന്താണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്? ഞങ്ങളിപ്പോ അറേഞ്ച് മാരേജിനെ പറ്റിയും ലവ് മാരേജിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതെന്ന് പറഞ്ഞാൽ ഞാൻ ലവ് മാരേജിനെ ഒപ്പോസ് എന്ന് പറയാൻ പറ്റില്ല. അവൾ അറേഞ്ച് മാരേജ് സപ്പോർട്ടും ഞാൻ ലവ് മാരേജിന് സപ്പോർട്ട് ചെയ്ത എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, എന്റെ ഒരു നിഗമനമാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് തെറ്റാണെന്നല്ല പറയണത്. എനിക്ക് ശരിയായെന്ന് തോന്നിയത് കാര്യം. നിങ്ങൾക്ക് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം അവർക്ക് ചെയ്യാം. അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യരുതെന്നല്ല പറയണത്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ പറയുന്നു, ചേച്ചിക്ക് ഇഷ്ടമായത് ചേച്ചി പറയുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. നോ ഒഫൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നീ തുടങ്ങിക്കോ അറേഞ്ച് മാരേജിനെ പറ്റി. അപ്പൊ വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. അപ്പൊ അറേഞ്ച് മാരേജിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ പാരന്റ്സിന്റെ ഇഷ്ടത്തോടെയും പാരന്റ്സിന്റെ സപ്പോർട്ടും കൂടിയാണ് നമ്മൾ അറേഞ്ച് മാരേജിലേക്ക് പോകുന്നത് തന്നെ. അവരുടെ സപ്പോർട്ട് നമ്മുടെ പാർട്ട്ണറിനേലും കൂടുതലുണ്ടാവും. അങ്ങനെ പാർട്ട്ണർ മോശമാണെന്നല്ല. ഇപ്പൊ നമ്മുടെ ലൈഫില് എന്തെങ്കിലും അപ്പ് ആൻഡ് ഡൗൺസ് വന്നിട്ടുണ്ടെങ്കിൽ അവര് പാരന്റ്സ് കൂടെ ഉണ്ടാവും. പക്ഷെ ലവ് മാരേജിലാണെങ്കിൽ ചിലപ്പോ അവർക്ക് ഉള്ളിൽ തോന്നലുണ്ടാവും, നീ തന്നെ സ്വയമായി കുഴിച്ച കുഴിയല്ലേ, അപ്പൊ നീ തന്നെ അനുഭവിച്ചോന്ന് ഒരു പാരന്റ്സ് പറയില്ല. എന്നാലും ഒരിതുണ്ടാവില്ല, നീ തന്നെ കുഴിച്ച കുഴിയല്ലേ എന്നൊക്കെ വെച്ച് ചോദിക്കും അല്ലേ. അപ്പൊ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? നമ്മുടെ ഇഷ്ടമല്ലേ നമ്മ നോക്കേണ്ടത്. പാരന്റ്സ് ഒരു ടൈം വരെ ഉണ്ടാകും. പക്ഷെ നമ്മുടെ ഇഷ്ടം നമ്മൾ ഫസ്റ്റ് നോക്കണം. അതല്ല ആദ്യം വന്നത്, എന്നിട്ടല്ലേ പാരന്റ്സിന്റെ ഇഷ്ടം. അല്ല, ഇപ്പൊ ഞാൻ പറയണത് ഒളിച്ചോട്ട് അതിന്റെ കാര്യമൊന്നുമല്ല. അല്ലാണ്ട് തന്നെ നമുക്ക് ഒരു നമ്മൾ തന്നെ ഒരാളെ കണ്ടുപിടിച്ച് നല്ലൊരാളാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. പക്ഷെ പാരന്റ്സ് നമുക്ക് കണ്ടെത്തുന്ന ആള് എപ്പോഴും ബെസ്റ്റ് ആയിരിക്കും തോന്നിയിട്ടില്ലേ? അങ്ങനെയൊന്നുമില്ല. എത്ര പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ പാരന്റ്സ് കണ്ടുപിടിച്ചിട്ട്. അത് ഞാൻ പറയട്ടെ, ഈ പ്രേമിച്ച് ഒളിച്ചോടിയല്ല, പ്രേമിച്ച് പാരന്റ്സ് സമ്മതിച്ച് കെട്ടുന്നവരും ലൈഫ് ഫെയിലിയർ ആയിട്ടില്ലേ? അല്ല, അറേഞ്ച് മാരേജ് കെട്ടിയ ഒരു ഫെയിലിയർ ആയിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ചും കൂടി ഒരു ഇതുള്ളത് അറേഞ്ച് മാരേജ്, അല്ലാതെ ഇത് തെറ്റാന്നല്ല പറഞ്ഞത്. ലാസ്റ്റ് ആയിട്ടാണെന്നാ ഇത്രയും കേസിലെല്ലാം അറേഞ്ച് മാരേജ് ഇത്ര പൈസ കൊടുത്തും അവരെ കിട്ടിച്ചാണ്. അതൊക്കെ ഇപ്പൊ സൂസൈഡിലേക്കല്ലേ നടന്നത്. പക്ഷെ പാരന്റ്സ് കൂടെ ഉണ്ടാവും എന്തെങ്കിലും ആപത്തൊക്കെ വന്നെയാണെങ്കിൽ. അതാ ഡിപ്രഷന്റെ സമയം നമ്മൾ പാരന്റ്സിന്റെ കാര്യം നോക്കൂല. ഞാൻ പറയട്ടെ, ലവ് മാരേജ് ഇപ്പൊ കല്യാണം കഴിച്ചു, ലവ് ചെയ്ത് കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും വരുമ്പോ പാരന്റ്സ് വിചാരിക്കൂലേ അവളുടെ സ്വന്തമായി കുഴിച്ച കുഴിയല്ലേ? അങ്ങനെയൊന്നും ഒരു പാരന്റ്സ് വിചാരിക്കും. അല്ല, ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും. അവള് തന്നെ സ്വയമായി ചൂസ് ചെയ്ത പാത്ത് തന്നെയല്ലേ. അല്ല, പാരന്റ്സ് അങ്ങനെ സപ്പോർട്ട് ചെയ്യാതിരിക്കോന്നല്ല പറഞ്ഞത്. അവന്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാവും, അവള് തീരുമാനിച്ചല്ലേ. അത് വെച്ച് നോക്കുമ്പോ നമ്മൾ അറേഞ്ച് മാരേജിലേക്ക് വന്നെയാണെങ്കിൽ അവര് നമുക്ക് ചോദിക്കാനുണ്ടാവും. കാരണം അവര് തന്നെ നമുക്ക് ചൂസ് ചെയ്ത അവര് തന്നെ ആയിക്കോല്ലോ നമുക്ക്. ഓക്കെ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ലവ് മാരേജില് പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അറേഞ്ച് മാരേജില് ഒരു പരിചയമില്ലാത്ത ആള് നമ്മള് 2 മാസം കഴിഞ്ഞ് കിട്ടാൻ പോണേ. ഇപ്പൊ ജനുവരിയിൽ കഴിയണം അത്ര ഇടയ്ക്ക് ഒരു മാർച്ചാകുമ്പോ കിട്ടാൻ പോണേ. അപ്പൊ ആ ഒരു മാസത്തെ പരിചയം ഉണ്ടാവുള്ളൂ അയാളായിട്ട്, അല്ലേ? നമ്മളിപ്പോ ലവ് മാരേജ് ആണെങ്കിൽ ഒരു 5-6 വർഷത്തെ പരിചയം ഉണ്ടാവും. 5-6 അല്ലെങ്കിൽ 2 വർഷങ്ങളും പരിചയം ഉണ്ടാവും. എന്നിട്ടല്ലേ നമുക്ക് കല്യാണം കഴിക്കോളൂ. അപ്പൊ പുള്ളിക്കാരനായിട്ട് ഒരു പരിചയം ഉണ്ടാവും. പിന്നെ നമുക്ക് ഈഗോ അടിക്കൂല എന്നല്ല, ഈഗോ ഒക്കെ അടിക്കും. ലവ് ചെയ്യണത്
പുറമേലാണ് ലവ് ചെയ്ത് അല്ല കുറച്ചും കൂടി ആലോചിച്ച് തീരുമാനിച്ച് എടുക്കുന്നവരുണ്ട്. അല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. ഈ ഹോർമോൺ വളരുന്നതിന് അനുസരിച്ചായിരിക്കും അവന്റെ പ്രവൃത്തി. അപ്പൊ ഞാൻ പറയുന്നത് പാരൻസ് കണ്ടെത്തുന്നത് നല്ലതായിരിക്കും. ലവ് ചെയ്ത് കല്യാണം കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ നമുക്ക് എപ്പോഴും അവന്റെ സപ്പോർട്ട് ഉണ്ടാവും. നമുക്ക് സോഷ്യൽ സ്റ്റാറ്റസും അണ്ടർസ്റ്റാൻഡിങ്ങിനെ പറ്റിയാ പറഞ്ഞത്. അണ്ടർസ്റ്റാൻഡിങ് എന്താ? ലവ് മാരേജില് മാത്രമുള്ള അണ്ടർസ്റ്റാൻഡിങ്. ലവ് മാരേജ് ആകുമ്പോ ഇത്രയും പരിചയം ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരാളുടെ ഒരു തെറ്റ്, അയാളുടെ ഒരു പോരായ്മയൊക്കെ അയാൾക്ക് അറിയാൻ പറ്റും എന്തായാലും. പക്ഷെ അറേഞ്ച് മാരേജിലാണ് അറിയാൻ പറ്റൂല. അല്ല, ലവ് മാരേജ് ലവ് ചെയ്ത് കല്യാണം കഴിക്കണവര് ആദ്യത്തെ ലവ് ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് പെട്ടുപോയല്ലോ എന്നൊരു ആരെങ്കിലും മനസ്സിൽ ചിന്ത ഉണ്ടാവൂല. അങ്ങനെയൊന്നും ഇല്ല. അത് എങ്ങനെ പറയാൻ കഴിയും? ചേച്ചി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, അപ്പൊ എങ്ങനെ പറയാൻ കഴിയും? അല്ല, എവിടെയെങ്കിലും ഒരു തോന്നലുണ്ടാവൂലേ, ഓ മറ്റവനെ കിട്ടിയ അമ്മ ആലോചിച്ച ആളെ കിട്ടിയാൽ മതിയെന്ന്, അച്ഛൻ ആലോചിച്ച ആളെ കിട്ടിയാൽ മതിയെന്ന്. ഇവിടെ ഞാൻ കഷ്ടപ്പെടുന്നു, അത് ഡോക്ടറായിരുന്നു, എഞ്ചിനീയർ ആയിരുന്നു. നമ്മളെ കണ്ടെത്തുന്ന ആളും നൈസായിരിക്കൂല്ലേ? അങ്ങനെ അത്രയും പുറകിലുള്ള ആളായിരിക്കൂലല്ലോ. അല്ല, നമ്മളെ പറ്റിച്ച് കല്യാണം കഴിക്കണവരുണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ അത് ഭയങ്കര ഫെയിലിയർ ആയിരിക്കും. അതാ പറഞ്ഞത്. ഇപ്പൊ പാരന്റ്സ് കണ്ടെത്തുന്നവരൊക്കെ ബെസ്റ്റ് ആയിരിക്കുമല്ലോ. അവർക്ക് അവരിങ്ങനെ നിർബന്ധിച്ച് അങ്ങനെ ഉടനെ തന്നെ കെട്ടിക്കണല്ലോ. എല്ലാ കാര്യവും വീട്ടുകാരും അവരുടെ വീട്ടുകാരെങ്ങനെയാണ്, പരിസരം എങ്ങനെയാണ്, സേഫ് ആണോ, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടല്ലേ കെട്ടിക്കോളൂ. അല്ല, എന്നിട്ടും കുറെ പ്രോബ്ലംസ് വരാറുണ്ട് ഇപ്പോഴും. പ്രോബ്ലംസ് രണ്ടിലും വന്നുണ്ട്. എന്നാ ഞാൻ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലായി. ഇല്ലേ, അത് കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ തോന്നില്ലേ? ഞാൻ പറയാൻ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ സീരിയസ് ഇല്ല, ഞാൻ പെട്ടെന്നൊന്നും കല്യാണം കഴിക്കൂല. ഇല്ല, വുമൻ എല്ലാവരും, നമ്മളെ സ്ത്രീകളെല്ലാവരും എംപവേർഡ് ആയിരിക്കണം. അങ്ങനെ കുറച്ച് ജോലി വേണം കയ്യില് സമ്പാദിക്കാൻ. അല്ലാതെ നമ്മുടെ ആവശ്യം വരുമ്പോ ഭർത്താക്കന്മാരോട് ചോദിക്കാതെന്നല്ല, നമ്മളെ പാർട്ട്ണർ എന്ന് പറയുമ്പോ നമ്മുടെ കൂടെ എല്ലാത്തിലും ഉണ്ടാവണമെന്നാണ്. എന്നാലും നമുക്ക് എംപവേർഡ്. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ കണ്ട സ്ത്രീകൾക്ക് വരുമാനം വേണം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോണത്. താങ്ങി നിൽക്കരുത്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കണത്. ഭർത്താക്കന്മാരെയും സപ്പോർട്ട് ചെയ്യണം അവരും. അപ്പൊ നമ്മുടെ വല്ല ആവശ്യം മന്നെയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസ ഉപയോഗിച്ച് ചെയ്യാം. അങ്ങനെ എംപവേർഡ് ആവണമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഞാൻ പറയട്ടെ, ഇപ്പൊ അറേഞ്ച് മാരേജിൽ അവർക്ക് എക്സ്പെക്ടേഷൻസ് ഒക്കെ വേറെ ആയിരിക്കും. അവരുടെ ഒരു ഡ്രീം തന്നെ വേറെ ആയിരിക്കും. അത് രണ്ടും ഒത്തുപോകൂല ഒരിക്കലും. പക്ഷെ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ജീവിതകാലം മുഴുവൻ നമ്മുടെ പാരന്റ്സിന്റെ കൂടെ ഒരു കാലഘട്ടം വരെ ഉണ്ടാവുള്ളൂ. ബാക്കി നമ്മൾ പാർട്ട്ണറിന്റെ കൂടെയാണ്. പാരന്റ്സ് ഒരിക്കലും അങ്ങനെ നിർബന്ധിച്ച് കെട്ടിക്കാറില്ലല്ലോ. നമുക്കൊരു ടൈം വെച്ച് ഇങ്ങനെ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് പോയാണല്ലോ ജീവിക്കേണ്ടത്. അപ്പൊ ഇപ്പൊ ചേച്ചി കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചോ, അപ്പൊ ചേച്ചിയുടെ ഭർത്താവ് എന്തായാലും ചോദിക്കൂല നിന്റെ ആഗ്രഹം എന്താണ്? എന്നാലും ഇപ്പൊ ലവ് മാരേജ് ആണെങ്കിൽ അവരൊരു 2 വർഷം റിലേഷൻഷിപ്പ് ആണ്. 2 വർഷത്തേക്ക് അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ? പക്ഷെ ഇപ്പൊ അറേഞ്ച് മാരേജിൽ കിടക്കണമെങ്കിൽ ഒരാൾ ഇടിച്ചു കയറി അപ്പൊ തന്നെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ചോദിക്കൂലല്ലോ. അവരുടെ ഒരു ടൈം ഉണ്ടോ, ആ ടൈം ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ചോദിക്കോളൂ. കല്യാണം കഴിഞ്ഞാൽ കുറച്ചു കാലത്തേക്ക് അവര് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരുമല്ലോ. എന്താണ് മറ്റുള്ളവരുടെ ഒരു പാർട്ട്ണറിന്റെ ഇഷ്ടം മറ്റൊരു പാർട്ട്ണർ അറിഞ്ഞിരിക്കണമെന്ന് ഒരു കാര്യമുണ്ട്. പിന്നെ അവര് പരസ്പരം ട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. ട്രസ്റ്റ് അങ്ങനെ പൂർണ്ണമായിട്ട് പറയാനില്ല. ഞാൻ പറയട്ടെ, അപ്പൊ ലവ് മാരേജ് ചെയ്ത് മാരേജ് കഴിഞ്ഞിട്ട് എത്ര പേര് ട്രസ്റ്റും ലവും പോയവരുണ്ട്? രണ്ടിലും ഉണ്ട്. പക്ഷെ ലവ് മാരേജിലല്ലേ കുറച്ചും കൂടി ട്രസ്റ്റ് ഉള്ളത്. അവർക്ക് ഒരു റിലേഷൻഷിപ്പ് 2 വർഷം റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവര് പരസ്പരം വിശ്വസിച്ചും അങ്ങനെയൊക്കെ ആയിക്കോലെ ജീവിക്കണത്. പക്ഷെ അറേഞ്ച് മാരേജിൽ അങ്ങനെ ഉണ്ടാവൂല, സാധ്യതയില്ല എന്ന് പറയാൻ പറ്റില്ല. ചിലവര് അൺഹാപ്പി ആവാത്തവരുണ്ട്. പക്ഷെ അതായിട്ട് പൂർണ്ണമായും ഇങ്ങനെ മാരേജ് കഴിഞ്ഞ് കുറച്ചാള് കഴിയുമ്പോ അത് ഒത്തുപോണവരുണ്ട്. അല്ലാതെ പൂർണ്ണമായും ഒരു ഫെയിലിയർ അല്ല അറേഞ്ച് മാരേജ്. പക്ഷെ അങ്ങനത്തെ പ്രശ്നം വരുമ്പോഴല്ലേ ഡിവോഴ്സ് ഒക്കെ വന്നത് ശരിക്കും.
ആ അപ്പൊ ലവ് മാരേജിൽ എന്തോ ഡിവോഴ്സ് വരുന്നുണ്ട്? അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ ലവ് മാരേജിലാണെങ്കിൽ പിന്നെ ട്രസ്റ്റും അതൊക്കെ ഉണ്ട്, എക്സ്പെക്ടേഷൻസ് അങ്ങനെയെല്ലാം ഒരേപോലെ ഞാൻ പറയണല്ല ഈ സീരിയലൊക്കെ ഞാൻ സീരിയലാണോന്നല്ല പറഞ്ഞ, അല്ലാതെ പൊതുവെ സീരിയലൊക്കെ ആണ്. ചില സീരിയലൊക്കെ 25 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഡൈവേഴ്സ് ചെയ്യണവരുണ്ട്. എന്താണ് അങ്ങനെ അങ്ങനെ നടക്കണവരുണ്ട്. അങ്ങനെയൊക്കെ നടക്കാത്ത കാര്യമൊന്നുമല്ല കാണിക്കുന്നത്. അവിഹിതമല്ല, അല്ല എന്താണ് ലവ് ചെയ്ത് കുറച്ച് കഴിയുമ്പോ മടുത്ത് വേറെ ആളിന്റെ പുറകെ പോണവരുണ്ടല്ലോ. അത് അത്ര സ്നേഹമില്ലാത്തവരായിരിക്കും. സ്നേഹമില്ലാത്ത ഈ ഇത്രയും ഒരു 7, 6, 5 വർഷം പ്രേമിച്ച് നടന്നവരായിരിക്കും പോണത് വല്ലവന്റെ കൂടെ. അവരുടെ കാരണങ്ങളുണ്ടാവും ചിലപ്പോ. അതേപോലെ അറേഞ്ച് മാരേജിലും ഉണ്ടാവും. ഇത് അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞാൽ പാരന്റ്സ് കൊടുക്കണ ലൈഫല്ലേ, ഇത് ഇവര് പാരന്റ്സ് ചോദിക്കാനെങ്കിലും ചെല്ലുമല്ലോ അറ്റ്ലീസ്റ്റ് അല്ലേ. അങ്ങനല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, കപ്പിൾസ് തമ്മില് എന്താണ്, ഇപ്പൊ ലവ് മാരേജ് ആണെങ്കിൽ ഇപ്പൊ ഒരാണിന്റെ ആ ചെക്കന്റെ വരുമാനോ എല്ലാം ആ പെണ്ണിനെ അറിയാൻ പറ്റും. അതനുസരിച്ചായിരിക്കും കിട്ടണത്. അതുകൊണ്ട് അവളധികം എക്സ്പെക്ട് ചെയ്യൂല. മനസ്സിലായ? മറ്റേ അറേഞ്ച് മാരേജ് ആണെങ്കിൽ ചിലപ്പോ ആ പെണ്ണ് അത്ര എക്സ്പെക്ട് ചെയ്തായിരിക്കും ഒരു കുടുംബത്തിലോട്ട് കിടക്കണത്. ഇല്ല, അങ്ങനെയല്ല. ലവ് മാരേജിൽ ഇപ്പൊ കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് അവര് വിചാരിക്കും കല്യാണം കഴിഞ്ഞാൽ കുറച്ചും കൂടി ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെടുമെന്ന് വിചാരിക്കണവരുണ്ട്. അങ്ങനെയല്ല, ഇപ്പൊ ഇത്ര വർഷത്തെ റിലേഷൻഷിപ്പ് ആകുമ്പോ അയാളുടെ എല്ലാം അറിയാൻ പറ്റുമല്ലോ. ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അയാളുടെ വരുമാനവും എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അറിയാൻ പറ്റും. ഞാൻ പറയട്ടെ, അപ്പൊ ചിലവര് വിചാരിക്കും ഇത്രയും തല്ലുപിടിച്ച് ഇതൊക്കെ പോയി ഇത്രയും വർഷമായി എന്ന് വിചാരിക്കും ലവ് മാരേജ് 5 വർഷം. അപ്പൊ കല്യാണം കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉത്തരവാദിത്തം വരും, കുറച്ചും കൂടി ലൈഫ് മെച്ചപ്പെടുമെന്ന് വിചാരിക്കണവരുണ്ട്. പക്ഷെ അറേഞ്ച് മാരേജിൽ അവര് ഭയങ്കര എക്സ്പെക്റ്റഡ് അങ്ങനെ ആയിരിക്കും വന്നത് ലൈഫിലോട്ട്. ഇപ്പോ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ ഒരു ആവശ്യത്തിന് കുറച്ച് റിച്ച് ഫാമിലിയോട് ചെല്ലണമെങ്കിൽ അവരെ അത്ര എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും ചെല്ലണത്. ചിലപ്പോൾ അവരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചല്ലായിരിക്കും ലൈഫ്. എല്ലാരും എക്സ്പെക്ട് ചെയ്താണ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ മാരേജിന് മുമ്പ് ഒരു കൗൺസിലിംഗ് ഇതൊക്കെ ഉണ്ടാവൂലേ. അപ്പൊ അത് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ക്രിസ്ത്യൻസിൽ പിടിക്കാനൊക്കെ പോലെ ഇങ്ങനെ ജീവിതം ആയിക്കോട്ടെ എന്താ എടുത്തു ചാടിയല്ലല്ലോ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണത്. അറേഞ്ച് മാരേജിൽ അങ്ങനത്തെ എക്സ്പെക്ടേഷൻസ് ഉള്ളത് കൊണ്ടാണല്ലോ കുറച്ച് ഡിവോഴ്സ് ഒക്കെ വന്നത്. ഇല്ല ഞാൻ പറയട്ടെ, അപ്പൊ ലവ് മാരേജിലൊക്കെ ഇങ്ങനെ കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് ചില പെണ്ണുങ്ങളൊക്കെ പറയാനായിട്ടില്ലേ, ഓ കല്യാണത്തിന് മുമ്പൊക്കെ എന്ത് കെയറിങ്, എന്ത് സ്വീറ്റ്, എന്ത് സ്നേഹം എന്ന് എന്നോട് ഇപ്പൊ ഒരു മണ്ണാങ്കട്ടയില്ല എന്ന് പറയണവരുണ്ട്. അവരുടെ ഒരു അപ്പോഴത്തെ ഒരു ഇതിന് പറയണ, അല്ലാണ്ട് അവർ സീരിയസ് ആയിട്ട് പറയണല്ല. ചിലര് പറയാറുണ്ട്. ഞാൻ വേറെ കാര്യം പറയട്ടെ, എന്താണ് ഇവര് ഫൈറ്റ് ചെയ്യുമ്പോ ഇവർക്ക് അറിയാൻ പറ്റും, ഒരാൾക്ക് അറിയാൻ പറ്റും ഒരാള് കോംപ്രമൈസ് ചെയ്യും എന്തായാലും, എങ്ങനെ ഫൈറ്റ് നിർത്തണമെന്ന് അറിയാൻ പറ്റും. പക്ഷെ അറേഞ്ച് മാരേജിൽ അങ്ങനെയില്ല. അത്ര കാലം കല്യാണം കഴിച്ചു അത്ര കാലല്ലേ, ഇപ്പൊ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചാളാവുമ്പോ കല്യാണം കഴിച്ച് കുറച്ചാളായി കഴിയുമ്പോ ഒരു ഫൈറ്റ് വന്നു നിർത്തും. അവർക്ക് അറിയാൻ പാടില്ല, കാരണം അവർക്ക് അധികം പരിചയമില്ലാത്തോണ്ട് എങ്ങനെ വഴക്ക് തീർക്കണമെന്ന് അറിയാൻ പാടില്ല. ഓക്കെ, ഞാൻ പറയട്ടെ, ലവ് മാരേജില് ഫിസിക്കൽ അട്രാക്ഷൻ ആണ് നമ്മൾ കണ്ടുവരുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമല്ല, നമ്മുടെ ബിഹേവിയറും കണ്ടിട്ട് സ്നേഹിക്കുന്നവരും ഉണ്ട്. അല്ല ഞാൻ പറഞ്ഞ ഈസ് ആക്ച്വലി സെക്സ് ഇസ് നെസസറി ഫോർ എ ലവ് മാരേജ് ഓർ എ റിലേഷൻഷിപ്പ്. അങ്ങനെ ഫിസിക്കൽ അട്രാക്ഷൻ കണ്ടിട്ടൊന്നുമല്ല, മിക്കവരും അവരുടെ പെട്ടെന്ന് കയറി ഒരാളെ കണ്ടിട്ട് ആരോടിച്ച് കയറി ഇഷ്ടമെന്ന് പറയാറില്ല. ചിലവരിങ്ങനെ അവരെ പരിചയപ്പെട്ട് കുറച്ചേരം സംസാരിച്ചിട്ട് കാണാതെ റിലേഷൻഷിപ്പ് ആയവരുണ്ട്. പിന്നെ അതൊക്കെ പണ്ടായിരുന്നു. അത് നടക്കുന്നവരുണ്ട്. ആദ്യമൊക്കെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നാളായി പിന്നെ ചിലവർ സെക്സ് ചെയ്യണവരുണ്ട് മാരേജിന് മുമ്പ്. അത് മാരേജ് കഴിഞ്ഞ് അവൻ മടുത്തു പോലെ പോവും, മടുപ്പായി പോവും ചിലവർക്ക്. ഓ അവള് മടുത്ത് എന്ന് തോന്നണുണ്ടാവും. മടുത്തെന്നല്ല ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അതിന്റെ അവന്റെ തമ്മിലുള്ള എന്ത് കാര്യമാണോ അട്രാക്ട് ചെയ്യണത് അത് ലൂസ് ചെയ്യും കുറച്ച് കഴിയുമ്പോ. അങ്ങനെ പറഞ്ഞാറായിട്ടില്ല. ഇപ്പൊ എത്ര കപ്പിൾസ് കുറെ നാളങ്ങനെ ജീവിക്കുന്നു. കപ്പിൾസ് അല്ല, കല്യാണം കഴിച്ചവര്.
പക്ഷെ ഞാൻ പറയട്ടെ, ഒരു കപ്പിളിനെ ഒന്നിക്കണ ഒരു ഘടകം ഞാൻ പറഞ്ഞ പോലെ അതാണ്. അപ്പൊ അത് കുറച്ച് കഴിയുമ്പോ അവര് മടുത്ത് തുടങ്ങും. അങ്ങനല്ല, എത്ര പേരാണ് നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് കൊറേ പേര് ഇപ്പൊ സെക്സ് ചെയ്തവരുണ്ടാവൂലേ, കല്യാണം കഴിഞ്ഞവര്. പിന്നെ കല്യാണം കഴിഞ്ഞ പിന്നെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്നിട്ട് അവരെത്ര ഹാപ്പി ആയിട്ടാ ജീവിക്കണത്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഇപ്പൊ ലവ് മാരേജ് ചെയ്ത് അവന്റെ ത്രില്ല് നഷ്ടപ്പെട്ടവരുണ്ട്. പക്ഷേ ആദ്യത്തെ ഒരു ത്രില്ല് ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പൊ അറേഞ്ച് മാരേജില് അത് നേരത്തെ നഷ്ടപ്പെട്ടു. അതെങ്ങനെ? ആദ്യമായിട്ടല്ലേ പാർട്ട്ണറിനെ, ആദ്യമായിട്ടൊന്നല്ല, അവന്റെ അൺറിവീലിംഗ് ത്രില്ലിങ്ങും എല്ലാം ഒരേപോലെ ഉണ്ടാവും. ലവ് മാരേജില് നേരത്തെ കണ്ടുമുട്ടി ഉള്ളവരായിരിക്കുമല്ലോ. എന്താണ് അങ്ങനെയല്ല. ഇപ്പൊ ലവ് മാരേജ് അവര് കല്യാണം കഴിക്കുമ്പോ അവരുടെ ലൈഫ് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാനല്ല, അത്രയും അവര് പ്ലാൻസ് ഉണ്ടാവും അവരുടെ ലൈഫില്. മനസ്സിലായില്ലേ? അങ്ങനത്തെ പ്ലാൻസ് അല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ ഒരു ഫാമിലി, ഒരു വീട്, പിന്നെ ട്രാവൽ ചെയ്യണം, അതൊക്കെ അല്ലേ. ഇപ്പൊ അറേഞ്ച് മാരേജിലാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലാനിങ് ഉണ്ടാവില്ല അവർക്ക്. അവര് ഒരു വർഷം, ചിലപ്പോ ഒരു വർഷം കഴിഞ്ഞപ്പോ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി വരും. അണ്ടർസ്റ്റാൻഡിങ് കഴിഞ്ഞിട്ടായിക്കോല്ലോ. അറേഞ്ച് മാരേജിന് മുമ്പ് പെണ്ണിനെ കാണാൻ വരുമ്പോ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്ത് ട്രിപ്പ് പോകണമെന്നൊക്കെ. ട്രിപ്പാ അതല്ല, അത് പിന്നെ കല്യാണം കഴിച്ചാലും അവർക്ക് തീരുമാനിക്കാലോ. പറയണേണ്. അപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ അറേഞ്ച് മാരേജ്, ലവ് മാരേജില് ഇങ്ങനെ ചില പാർട്ട്നേഴ്സ് ഒക്കെ വിചാരിക്കും മാരേജ് കഴിഞ്ഞാ കുറച്ചും കൂടി ലൈഫ് ബെറ്റർ ആവും എന്ന് ചിന്തിക്കണവരുണ്ട്. അങ്ങനെ നിരാശിച്ചിട്ട് ഡൈവോഴ്സ് ചെയ്ത് പോയവരുണ്ട് അല്ലേ. അപ്പൊ ഞാൻ പറയണത്, ഇപ്പൊ ലവ് മാരേജ് എന്ന് പറഞ്ഞാ പൊതുവെ മാരേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം പാർട്ട്ണറിനെ ഫിനാൻഷ്യലി ആയാലും ഇമോഷണലി എന്തായാലും സപ്പോർട്ട് ചെയ്യണ ഒരു ഇതാണ്. കാരണം നമ്മൾ ലൈഫ് ലോങ് ജീവിക്കേണ്ട അവരാണ്, നമ്മുടെ കൂടെ എപ്പോഴും കഴിയേണ്ടവരാണ്. ഞാൻ പറയുന്നത് തെറ്റാണെന്നല്ല ലവ് മാരേജ്. ഞാൻ പറയാം അറേഞ്ച് മാരേജ് കുറച്ചും കൂടി പ്രാക്ടിക്കലാണ് കാര്യങ്ങളൊക്കെ. മനസ്സിലായോ? ഒരു കാര്യം ചോദിക്കണം, സീരിയസ്ലി നിന്നെ ഒരാൾ നല്ലൊരു ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ നിന്നെ പ്രപ്പോസ് ചെയ്യണം, നീ എന്താ പറയുക? ഒരു ഏജ് എത്തുമ്പോൾ 25-26 ഏജ് എത്തുമ്പോൾ പ്രപ്പോസ് ചെയ്യണേ ഞാൻ വീട്ടിൽ വന്ന് പറയാമെന്ന് പറയണേ. അല്ല, ഞാൻ എടുത്തു ചാടി ഒന്നും പറയൂല, കാരണം എനിക്ക് അയാൾ അറിയൂല. ഞാൻ വെറുതെ വന്ന് പ്രപ്പോസ് ചെയ്തൊന്നും ഒരു 2 മാസത്തെ പരിചയം ഉണ്ടാവും. എന്നാലും 2 മാസം എനിക്ക് പോരാതെ വരും. 2 മാസം പോരാണ്ട് വരുമല്ലേ? അതാണ് എന്താ അറേഞ്ച് മാരേജ് അങ്ങനെയല്ലേ, 2 മാസം കഴിഞ്ഞ് അവിടെ കെട്ടാൻ പോണല്ലേ. അല്ല എനിക്ക്, പക്ഷെ നമ്മുടെ പാരന്റ്സ് നമുക്ക് എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്തിട്ടായിക്കോല്ലോ പറയണത്. ഇത് എനിക്ക് ഒറ്റക്ക് എല്ലാം പറ്റൂലല്ലോ. അല്ല, പോയി ചോദിക്കുക, അന്വേഷിച്ച് ഓക്കെ പറഞ്ഞു കല്യാണം കഴിക്കാൻ പോണേ. ഓക്കെ ആണ്, അതെന്തായാലും അറേഞ്ച് അല്ലേ, ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഓക്കെ, നിനക്കത് ഓക്കെയാണോ? ഓക്കെയാണ്. നിനക്കത് പക്ഷെ അയാളെ പരിചയമില്ലല്ലോ. പരിചയമില്ല, അതല്ലേ അറേഞ്ച് മാരേജ്. അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, വീട്ടുകാരെ അന്വേഷിച്ചാലും കുറെ പ്രശ്നങ്ങളുള്ള ഫാമിലീസ് ഉണ്ട് ഇല്ലേ? കുറെ പ്രശ്നമുള്ള ഫാമിലീസിൽ നമ്മളെ കെട്ടിച്ചു വിടൂലല്ലോ നമ്മുടെ പാരന്റ്സ്. ഇപ്പൊ ഒരു കേസ് പറയട്ടെ, ഞാൻ കേട്ടിട്ടുണ്ട് ഒരാള് എന്താണ് വീട്ടിലൊക്കെ അന്വേഷിച്ചാണ്, പക്ഷെ പെണ്ണിന് അസുഖം ഉണ്ടായിരുന്നു. അറേഞ്ച് മാരേജ്, പക്ക അറേഞ്ച് മാരേജ് ആണ്. അവരെല്ലാം അന്വേഷിച്ചെല്ലാം സെറ്റ് ആക്കിയത്, പക്ഷെ ആ പെണ്ണിന് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ വീട്ടുകാർ അത്ര അന്വേഷിച്ച് എല്ലാം കണ്ടുപിടിച്ചതാ, എന്നിട്ടും ആ പെണ്ണിന് പ്രശ്നം ഉണ്ടായിരുന്നു. ലവ് മാരേജിലും കൊറേ കാര്യങ്ങൾ ഹൈഡ്, സ്വന്തം വീട് പോലെ വല്ലവന്റെ വീടായിരിക്കും കാണിച്ചു കൊടുക്കണത്. അങ്ങനെയൊന്നുമില്ല, അത് ചിലപ്പോ സിനിമയിലും ഇതിലൊക്കെ കാണിക്കണം. അത് സിനിമയിൽ ലൈഫല്ലേ, സിനിമയിലും അത്യാവശ്യം നടക്കണ കാര്യങ്ങളല്ലേ കാണിക്കണത്. അത് കഥയല്ലേ, അത് ശരിക്കും നടക്കണ കാര്യമൊന്നും അടിയാവണ പോലെയാണ് അല്ലെ സംസാരിച്ചത്. അപ്പൊ ഞാൻ പറയണേണ്, ലവ് കുറച്ച് കഴിയുമ്പോ ഫീഡായി തുടങ്ങും ലവ് മാരേജിൽ. കാരണം ഫിസിക്കൽ അട്രാക്ഷൻ ആണ് അതിൽ മെയിൻ ആയിട്ട് ഘടകമായിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പൊ അവര് അൺഹാപ്പി ആകാണ്ടും വരും. മനസ്സിലായോ? അൺഹാപ്പി ആകാണ്ട് വരും. അപ്പൊ ഒരു സ്ട്രോങ് റിലേഷൻ അതിലുണ്ടാവില്ല.
നീ പറയണ അറിയുന്നത് ഭയങ്കര സ്ട്രോങ് റിലേഷൻ ആയിട്ടുണ്ട് അല്ലേ? ആ കുറച്ചും കാരണം അത് ആ മാരേജ് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആണ് കാര്യങ്ങളൊക്കെ, മനസ്സിലായ? അതെ, എന്താണ് മനസ്സിലായ? അതന്നെ ലവ് മാരേജ് കുറച്ചും കൂടി ഇമോഷണലി നടക്കുന്ന കാര്യങ്ങളാണ്, പ്രാക്ടിക്കലായിട്ട് പെട്ടെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല, മനസ്സിലായോ? എന്താ പറയാനുള്ള? കേട്ടോണ്ടിരിക്കണ്ടല്ലോ. അല്ല, ഞാൻ പറയണത് എന്നാലും ലവ് മാരേജ് ആണ് ബെസ്റ്റ്. പക്ഷെ ബെസ്റ്റ് അതല്ലേ ഞാൻ പറഞ്ഞു വന്നത്. ഈ സ്ട്രോങ് ഒരു റിലേഷൻഷിപ്പ് വന്നെങ്കിൽ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആവണമെന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മൾ പെട്ടെന്നൊരു ഇഷ്ടം ഇത് ആവാൻ കൊള്ളാം, ഒരു അട്രാക്ഷൻ തോന്നി എന്ന് പറഞ്ഞ് അല്ല, അത് ചിലപ്പോ ഒരു 6 മാസം 1 വർഷം ഒക്കെ. ഇപ്പൊ കൊറേ വർഷം റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇതൊരു അട്രാക്ഷൻ ആയിക്കൂല, അയാളെ ശരിക്കും സ്നേഹം ഉണ്ടാവുമല്ലോ. നമ്മുടെ ഈ മാരേജ് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും ഇമോഷണൽ സപ്പോർട്ടും ഫിസിക്കൽ സപ്പോർട്ടും വേണം, ഒരു ഘടകമാണ്. അപ്പൊ ഇതില് എല്ലാം തന്നെ ലവ് മാരേജിൽ ഉണ്ടെന്ന് പറയാൻ പറ്റും? എങ്ങനെ? എക്സ്പ്ലെയിൻ. കൊല്ലോ ഇല്ല ഇല്ല വന്നു. ഓക്കെ, എനിക്കിപ്പോ എന്താ അറിയേണ്ടത് ലവ് മാരേജിനെ പറ്റി? ഇനിയിപ്പൊ കെട്ടിക്കാൻ പോണെന്നില്ലല്ലോ, പറ. അല്ല, ഞാൻ ചോദിക്കണേ, എന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഇതോടെ ഇടിച്ചു തീർക്കാൻ പോണ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇടിച്ചു തീർക്കാൻ പോണേ, തല്ലി തീർക്കാം നമ്മുടെ കാര്യങ്ങള്. അപ്പൊ തല്ലി തീർക്കൊന്നുമില്ല കേട്ടോ. പിന്നെ എന്റെ ഫൈനൽ ക്വസ്റ്റ്യൻ ചോദിക്കണേ, ശരിക്കും നമ്മളെ കല്യാണം കഴിഞ്ഞാലും നമ്മുടെ എല്ലാ ആൾക്കാരുടെ കഴിഞ്ഞാലും ഈ ലവ് മാരേജില് അവര് ഹാപ്പി ആയിരിക്കും എന്നാണ് എന്റെ ചോദ്യം. ഓഫ് കോഴ്സ്, അവരത്രയും ചിലപ്പോ 6 വർഷം കഴിഞ്ഞിട്ട് ആ പെണ്ണിന് 18 വയസ്സാകൊണ്ട് കാത്തിരിക്കുന്ന ആൾക്കാരായിരിക്കും കല്യാണം കഴിഞ്ഞാൽ. അതൊക്കെ ഹോർമോണിന്റെ പുറമേ നടക്കുന്ന. അത് മാത്രമല്ല, ഇപ്പൊ അത്രയും വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോ അവർ രണ്ടുപേരും ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ അങ്ങനെ വിചാരിച്ച് കല്യാണം കഴിക്കുന്ന ആൾക്കാരായിരിക്കും. അവർ അത്ര ഹാപ്പി ആവൂലേ? അത്ര വർഷം ഞങ്ങൾ ഇങ്ങനെ നോക്കി നിന്നിട്ട് കല്യാണം കഴിക്കുന്നതിന്. ചിലര് 10 വർഷം 18 വർഷം അങ്ങനെയൊക്കെ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ കുഞ്ഞിനെ റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് അത്രയും വർഷം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുമ്പോൾ അത്രയും അവരെ കാത്തിരിക്കണല്ല. ആ സമയത്ത് അവര് എന്തൊക്കെ ലൈഫില് അവർക്ക് ചിരിക്കാത്ത കുട്ടികൾക്ക് വരെ പേരിട്ടിട്ടുണ്ടാവും ഇല്ലേ? അതെല്ലാം നടക്കുന്നില്ല. ഓക്കെ, അല്ല അങ്ങനെയല്ല പറയണത്. എന്നിട്ട് കല്യാണം കഴിക്കുന്നത് അവര് അത്ര ഹാപ്പി ആയിക്കൂല. അപ്പൊ ഞാൻ പറയണേ, സൊസൈറ്റി അല്ല, ഞാൻ പറയണേ എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ലാസ്റ്റ്, ഇത് സൊസൈറ്റിയുടെ ഒരു സ്റ്റേബിൾമെന്റ്, നമുക്കൊരു സൊസൈറ്റിയിൽ ഒരു ഇത് ഉണ്ടാവും. സൊസൈറ്റി ഞാൻ പറയട്ടെ, ഇങ്ങനെ വേറെ വേറെ കാസ്റ്റില് റിലീജിയനിലെ വരെ കല്യാണം കഴിക്കണവരുണ്ട്. ലാസ്റ്റ് വീട്ടിൽ തിരിഞ്ഞു നോക്കാത്തവരുണ്ട്. ആ റിലേറ്റീവ്സ് ചിലപ്പോ നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ട് മാച്ച് ആവൂല അവര് ലവ് മാരേജിലോ മറ്റേ ഇന്റർകാസ്റ്റ് ആണെങ്കിൽ ഒന്നും. ഇപ്പൊ എന്താണ് പറയാനുള്ള? അവരൊക്കെ അത് അത്ര നോക്കിയേക്കല്ലേ കല്യാണം കഴിക്കോളൂ. എന്ത് നോക്കിയോ? ആ പെണ്ണ് അത്ര ഇറങ്ങി വന്നെങ്കിൽ അയാളെ വിശ്വാസം ഉണ്ടാവും, അത്ര സ്നേഹം ഉണ്ടാവും. ഇപ്പൊ ചതി വഞ്ചന അതിന് വിശ്വാസവും ഇത് മാത്രമല്ല, നമുക്ക് വേറെ വല്ല ഇപ്പൊ എന്തെങ്കിലും ഫിനാൻഷ്യൽ അൺസ്റ്റേബിൾമെന്റ് എന്തെങ്കിലും വന്നെയാണെങ്കിൽ അപ്പൊ നമുക്ക് നമ്മുടെ പാരന്റ്സിനോടോ റിലേറ്റീവ്സിനോടോ വല്ല സഹായം ചോദിക്കേണ്ടി വരും. ആ കാലത്ത് അവരുണ്ടാവൂല. ചെക്കന്റെ ഫാമിലി ഉണ്ടാവൂല. ചെക്കന്റെ ഫാമിലി അഗേൻസ്റ്റ് ആണെങ്കിലോ? അതാണെങ്കിൽ അവർ രണ്ടുപേരും മറ്റേ പ്രോബ്ലം സോൾവ് ചെയ്യണം. പ്രോബ്ലം സോൾവ് ചെയ്ത് നിന്നാ മതിയോ? നമുക്ക് എല്ലാം വേണം. നമ്മുടെ സപ്പോർട്ടും നമ്മുടെ പാരന്റ്സ് ആണ് നമ്മുടെ ഇത്ര നാളും നമ്മളെ വളർത്തി നോക്കിയത്, ഇതാക്കിയത്. പക്ഷെ ഞാൻ ഇന്റർകാസ്റ്റ് മാരേജ് സപ്പോർട്ട് ചെയ്ത് പറയണില്ല. ഞാൻ ലവ് മാരേജ് എന്ന് പറഞ്ഞാണെങ്കിൽ എല്ലാം ശരിയായിട്ട് കെട്ടണം എന്ന് വെച്ചാൽ അവരിപ്പൊ ഇന്റർകാസ്റ്റ് ആയാലും വീട്ടില് പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാരുണ്ടാവൂലേ? അതാ ഞാൻ പറയണത്. വെറുതെ ഇങ്ങനെ 5 മാസം 1 മാസം പരിചയപ്പെട്ട ആള് വല്ല ചായക്കടയില് ചായ അടിക്കുന്ന ആളായിരിക്കും, പക്ഷെ നമ്മളോട് പറയണ എന്താ വലിയ കമ്പനിയിലെ മുതലാളി എന്നായിരിക്കും. അങ്ങനെ ഒന്ന് വിശ്വസിച്ച് പോകരുത് കേട്ടോ. നമ്മൾ എല്ലാം നോക്കണം. ഒരു പെണ്ണിങ്ങനെ ഫേസ്ബുക്കിൽ കൂടി പരിചയപ്പെടണേ, എന്നിട്ട് അയാളെ ഒരു ദിവസം കാണാൻ വന്നപ്പോ അയാൾ അപ്പൂപ്പനാണ്. അങ്ങനെയൊക്കെ നടക്കണത് അത് ശരിക്കും നടക്കണ ന്യൂസിലൊക്കെ. അതൊരു ലവ് മാരേജും അല്ല, ശരിക്കും ഒരു അറേഞ്ചും അല്ല. രണ്ടിലും ബന്ധമില്ലാത്തൊരു സംഭവമാണ്. രണ്ടിലും കാര്യമില്ലാത്ത കാര്യമാണ് അത്.
അപ്പൊ ഞാൻ പറയുന്നത് എന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യണേണ്. ഓക്കെ. ഐ ഫീൽ ലൈക്ക് അറേഞ്ച് മാരേജ് ഇസ് ബെറ്റർ ദാൻ ലവ് മാരേജ്. എന്തുകൊണ്ട്? എല്ലാ ആസ്പെക്ട്സിലും. അതാണ് എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ചേച്ചിയുടെ? എൻ്റെ ഒരു ഇതിൽ ലവ് മാരേജ് ആണ് എനിക്ക് ഓക്കെ ഉള്ള കാര്യമാണ് പറയണത്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പറയണത് ഞങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നിയ കാര്യങ്ങളാണ്. എല്ലാവർക്കും വേറെ വേറെ ഒരു രണ്ടും മാരേജേ വേണ്ടാന്ന് തോന്നുന്നുണ്ടാവും. ഇറ്റ്സ് ഓക്കെ. ഞങ്ങൾ പറഞ്ഞ ഞങ്ങളുടെ ഒരു നീ ഒരു വയസ്സ് വരെ മാരേജേ വേണ്ടെന്ന് പറയണത്, പിന്നെ ഓരോരോ സീരീസ് കണ്ടിട്ട് അവർക്ക് എനിക്ക് ക്രഷൊക്കെ തോന്നിയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് എടുപിടിയില് വെറുതെ കല്യാണം കഴിക്കണ കാര്യമില്ലല്ലോ. ഇപ്പത്തെ ജനറേഷൻസ് ആണ്. ഇപ്പത്തെ ന്യൂസിലൊക്കെ വന്ന കാര്യങ്ങൾ കണ്ട എന്താണ് ചെക്കൻ വേണ്ടാന്ന് പെണ്ണ് വേണ്ടാന്ന് പറയുമ്പോ തന്നെ വെടിവെച്ച് കൊല്ലണം, അപ്പത്ര സ്പോട്ടിൽ കൊല്ലണാണ്. അപ്പൊ എന്റെ വീട്ടില് നല്ല പേടിയുണ്ട്. കാരണം ഭാവി എന്താണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിർത്താനോ എന്റെ അപ്പയുടെ അമ്മയുടെ തീരുമാനം. ഇല്ല അങ്ങനെ നിർത്തരുത്. എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ആ കാര്യം, ചാടില്. അപ്പം അതുമല്ലാതെ ചിലവര് കെട്ടിപ്പോണവരുടെ വീട്ടിലും പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ പെൺമക്കളുടെ വീട്ടിലായിരിക്കും കുറച്ചും കൂടി പേടി. എന്താവും എല്ലാം അന്വേഷിച്ചിട്ട് മാത്രം നിങ്ങളുടെ മക്കളെ കെട്ടിച്ചെടുത്താൽ മതി. ഡൗറിന്ന് വാ തുറക്കുമ്പോ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കണം വീട്ടുകാരെയൊക്കെ. ഡൗറിയുടെ ഡി വരെ തുടങ്ങുമ്പോ വേറെ വല്ല ഡി ആണെങ്കിൽ പറയരുത്. ഡൗറിയുടെ ഡി തുടങ്ങുമ്പോ തന്നെ ആ ചെക്കൻ്റെ വീട്ടുകാരെ പുറത്താക്കിക്കണം. നിങ്ങളുടെ മകളുടെ സുരക്ഷയാണ് നിങ്ങൾക്ക് ആവശ്യം, അല്ലാണ്ട് വേറെ നോക്കിയിട്ട് കാര്യമില്ല. മകള് വീട്ടിലിരുന്നാലും കുഴപ്പമില്ല, അവളുടെ സേഫ്റ്റിയാണ് പ്രധാനം. അത്രയുള്ള. പിന്നെ എന്ത് പ്രശ്നം വന്ന് വീട്ടിൽ വന്നാലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. തിരിച്ചു പോ നീ എന്താ കല്യാണം കഴിച്ചല്ലേ, സൊസൈറ്റി എന്ത് വിചാരിക്കും അങ്ങനെയൊന്നും കരുതണ്ട. നിങ്ങളുടെ മക്കളെ നിങ്ങൾ സേഫ് ആയിട്ട്. പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് അയ്യോ നല്ലത് വീട്ടിൽ തന്നെ നിർത്തണേ. അത്രേ ഉള്ളൂ. നമുക്ക് വൈഡപ്പ് ചെയ്യാം. ഓക്കെ. നമ്മള് കുറച്ച് എന്താണ് കാര്യം പറഞ്ഞപ്പോ സീരിയസ് ആയി പോയിട്ട് അല്ല, ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് പറയാൻ വേണ്ടി നോക്കിയ പോയിന്റ്സ് എല്ലാം ഞങ്ങൾ അത്യാവശ്യം ക്ലോസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈസ് ലവ് മാരേജ് ഈസ് ബെറ്റർ ദാൻ അറേഞ്ച് ഓർ അറേഞ്ച് ഈസ് ബെറ്റർ ദാൻ? നിങ്ങൾ അതിനെ ഒരു വിലയിരുത്തി നോക്കണം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ പോയിന്റ്സ് എല്ലാം കൂടി ചേർത്ത് വേണം നിങ്ങൾ നോക്കാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാന്ന് കുറച്ചും കൂടി നിങ്ങളുടെ ഒരു ഇത് പറ, നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് എന്തിനെ പറ്റിയാണ്? ലവ് മാരേജിനെ പറ്റി, അറേഞ്ച് മാരേജിനെ പറ്റിയുള്ള കോൺസെപ്റ്റ്. ഞങ്ങൾ ഡൗറിനെ കുറിച്ച് സെപ്പറേറ്റ് ഞങ്ങൾ പറയും. എപ്പിസോഡ് പറയാനുണ്ട്. കാരണം ആളുകൾ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട അവസ്ഥയാണ്. അതിന്റെ സമയം കഴിഞ്ഞു പോയി. അത് ഇപ്പൊ കേസ് വന്നപ്പോഴാണ് ആൾക്കാരിനെ പറ്റി. കാരണം പണ്ടത്തെ ആൾക്കാര് ഡൗറിന്ന് ഉദ്ദേശിക്കണത് ഇങ്ങനെ സ്വന്തം പെൺമക്കൾക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടാവും. അത് തലമുറയും മാറ്റി വെക്കണമെങ്കിൽ നിങ്ങൾ പെൺമക്കൾക്ക് കൊടുക്കണം. പെൺമക്കളുടെ പേരിലേ കൊടുക്കാൻ പാടുള്ളൂ. അതായത് ഡൗറിയുടെ പേര് പറഞ്ഞാൽ കൊടുക്കില്ല. അങ്ങനെ അപ്പൊ പണ്ടേ തൊട്ട് തലമുറയായി മാറി വന്ന കാര്യമാണ് ഈ ഡൗറി എന്ന് പറയുന്നത്. അതാണ് എനിക്ക് സത്യം പറയാം. പണ്ടത്തെ ആൾക്കാരായിരിക്കും ചില പെൺമക്കൾക്ക് വേണ്ടി കൊടുക്കാനായിരിക്കും ഇത്. പിന്നെ മാറി നമ്മ ഒരു കളി കളിക്കുമല്ലോ, ആദ്യം രണ്ട് ചെവിയിൽ പറയും, ലാസ്റ്റ് വരുമ്പോ വേറെ കാര്യമായിരിക്കും. അതേപോലെ തുടക്കം തൊട്ടേ വന്ന കാര്യമില്ലായിരിക്കും റിപ്പീറ്റ് ആയിട്ട് തന്നെ. പിന്നെ ചെക്കൻ്റെ കയ്യിൽ കൊടുക്കും പൈസ, അങ്ങനെ പോവും. അതാണ് ശരിക്കും സംഭവം. നമുക്കിവിടെ വൈറപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ. ഞങ്ങൾ വീക്കില് ട്വൈസ് അല്ലെങ്കിൽ വൺസ് അപ്പൊ കുറച്ച് ഇറഗുലാരിറ്റി ഉണ്ടാവും. അടുത്ത മാസം ഒക്കെ പക്കാ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ആയിട്ട് വരികയാണ്. അപ്പൊ നമുക്ക് ബൈ പറഞ്ഞാലോ? ബൈ പറയാം. ബൈ.